പല്ല് തേക്കാത്തത് മാത്രമാണ് വായ്നാറ്റത്തിന് കാരണം? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. വായ ക്ലീനായി വെക്കാത്തത് ഒരു റീസൺ ആണെങ്കിൽ പോലും മറ്റു കാരണങ്ങൾ, ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ, ശ്വാസകോശ സംബന്ധമായ പ്രോബ്ലംസ്, സൈനസ് പ്രോബ്ലം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരിൽ നമ്മൾ വായ്നാറ്റം കാണാറുണ്ട്. ക്ലിനിക്കിൽ വന്ന് പല്ല് ക്ലീൻ ചെയ്താൽ ഇനാമൽ തേഞ്ഞു പോകും. ഡെന്റൽ ക്ലീനിങ് അല്ലെങ്കിൽ സ്കെയിലിംഗ് പ്രൊസീജിയേഴ്സ് കാരണം ഇനാമലിന് കേടുപാടൊന്നും സംഭവിക്കില്ല. പല്ലിൻ്റെ മേൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക്, പ്ലാക്ക് മാത്രമേ നമ്മൾ ക്ലീൻ ചെയ്ത് കളയുന്നുള്ളൂ. ഒരിക്കലും പല്ല് ക്ലീൻ ചെയ്താൽ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. നമ്മൾ ഒരിക്കലും പല്ല് ക്ലീൻ ചെയ്യുന്നത് കൊണ്ടല്ല ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം നമുക്ക് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ പല്ല് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രായമായാൽ പല്ല് കൊഴിഞ്ഞു പോകുന്നത് സ്വാഭാവികമാണ്. അത് നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഒരു 60 വയസ്സാകുമ്പോഴേക്കും പല്ലൊക്കെ എടുത്ത് പല്ല് സെറ്റ് വെക്കുന്നത് ഒരു സാധാരണ സംഭവമാണ്. പക്ഷേ ഇന്നത്തെ രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വെച്ചിട്ടും ശരിയായ രീതിയിൽ ഒരു ആരോഗ്യം, പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ നമുക്ക് നമ്മളെ പല്ല് തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഡെയിലി മൗത്ത് വാഷ് ഉപയോഗിച്ച പിന്നെ പല്ല് സേഫാണ്. ഡെയിലി മൗത്ത് വാഷ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 2 നേരം ബ്രഷ് ചെയ്യുക, ഫ്ലോസിങ് ചെയ്യുക, അത്ര തന്നെ മതി നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഡെയിലി മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് പല്ലിന് കേട് വരുന്നതോ മോണരോഗം വരുന്നതോ പൂർണ്ണമായും നമുക്ക് തടയാൻ പറ്റണമെന്നില്ല. മധുരം ഒഴിവാക്കിയാൽ മതി, പിന്നെ പല്ലിന് കേട് വരില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. മധുരം മാത്രമല്ല, പല്ലിൽ ഒട്ടിപ്പിടിക്കുന്ന ആഹാരങ്ങൾ, നമ്മൾ ബിസ്ക്കറ്റ്, ബ്രെഡ്, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ്, ഇത്തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ കഴിച്ചാലും പല്ലിന് കേടുവരാനുള്ള സാധ്യത കൂടുതലാണ്.